സെക്കൻഡ് പാർട്ട് എന്ന നിലയിലേക്ക് സിനിമ കൊണ്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ തീർച്ചയായിട്ടും പറയുകയും ചെയ്തു, ചില സ്ഥലങ്ങളിൽ കണക്ട് ഇല്ലാതെ പോകുന്നു, അതിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആള് പ്രേക്ഷകർക്ക് തോന്നി എന്ന് കൃത്യമായിട്ട് അല്ലല്ല, അതല്ല. അതായത് ഇപ്പൊ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യനാറ കഥാപാത്രം അവസാനിക്കുന്നില്ല, പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിൽ നിന്നല്ല. അത് ആൾക്കാർക്ക് ആ രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ്. ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ, ഇത് ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് എപ്പിസോഡ്സ് എന്നൊക്കെ പറയുന്നത് അത്രയും എക്സ്റ്റെൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിൽ കഥ പറയേണ്ട ഇതുകളാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയധികം ക്യാമ്പയിൻ നേരിടുന്ന ഒരു സിനിമയാണോ ഇത്? അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം വിദ്വേഷം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാവുന്നത്? എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ സിനിമ കാണുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാവാൻ ആരും ശ്രദ്ധിക്കണ്ട. നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ എല്ലാത്തരം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സിനിമ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ജനറൽ ട്രെൻഡ് നിലനിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമുക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും ഒരു ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായാലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സാർ. അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന ഒരു ഫാമിലി, അതിന്റെ അയൽക്കത്ത് ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നിയാട്ടാ ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേണ്ടാന്ന് വയ്ക്കും. അത് തന്നെയാണ് ഹേറ്റ് ക്യാമ്പയിൻ. അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കുള്ളതുപോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവര് ഇത് കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ്. എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരുത്തന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത്? അത്രേ. ഈ സിനിമയുടെ കണ്ടന്റ് അപ്പുറത്തേക്ക് മോഹൻലാലിന് നടനെയും കൂടെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടക്കുന്നതായിട്ട് ലിജോയ്ക്ക് തോന്നിയിട്ടില്ല? ഇത് ഞാൻ പറയും, ഇതിന്റെ ഒരു കോമൺ ആസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത്. അല്ലാതെ ഇത് നമ്മുടെ സിനിമ നമ്മൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും 100% കൊടുത്ത് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണ്. ഞങ്ങൾ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ഓണസ്റ്റോടുകൂടി മുന്നോട്ട് വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും നമ്മൾ ദയവേത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല. ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള 28 ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. അപ്പൊ ആ തിയേറ്റർ തന്നെ മലയാളി കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത്. അത് തന്നെ. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് പടം കാണാനായിട്ട്. ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നെഗറ്റീവ് വന്ന് അത് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ലിജോ എന്ന ഡയറക്ടറിനെ എല്ലാവരും ഒറ്റ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ് സിനിമയിൽ എന്നുള്ളത്? എന്താണ് വാലവൻ എന്ന സിനിമയിൽ ഡയറക്ടർ മുന്നോട്ട് വെക്കുന്നത്? ഇത് ഇപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട്, അതായത് ഈ ലാലേട്ടനെ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത്
നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള്, അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് പീസ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത്. അപ്പോൾ അതിന് എല്ലാം ചേർന്ന് വന്നു. ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പിൽ എനിക്ക് തോന്നുന്നു, അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായി കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കത്. അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അതാണ് വാലിബിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.